ഹലോ ഫ്രണ്ട്സ്, സോമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഐഷ സലിം. ഇന്നും നല്ല മഴയാണ്. കണ്ടില്ലേ, വീടിൻ്റെ മുറ്റമൊക്കെ വെള്ളവും മണ്ണൊക്കെ ഒലിച്ചിങ്ങനെ നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇക്ക സ്പെഷ്യലായിട്ടൊരു മന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇക്ക നിങ്ങളെ മന്തിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. ഹിന്ദിയിലിട്ടെ പണി നേരത്തെ തുടങ്ങി. ഇതെന്തെല്ലിട്ടെ? ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, പിന്നെന്താ നിൽക്കാം നമുക്കും കൂടെ കഴിക്കണ്ടേ? ഇങ്ങനെ കയ്യിൽ കിട്ടതല്ല വർക്കിട്ടാല് എന്തെല്ലാം ഇട്ടെന്ന് തന്നെ കുറച്ച് വർക്കപ്പുറപ്പ ഇഞ്ചി പൂണ്ട് എടുത്തതിനല്ല അല്ലേക്ക. അപ്പല്ലേ ഈ മന്തി ഉണ്ടാക്കുമ്പോ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിൽ തന്നെ വേണമെന്ന് പറയുന്നേ. മറ്റേ വെച്ചിട്ടാണ് ശരിയാന്നാ? അല്ലാവല്ല, എന്താവും നോക്കാം. ജീരകത്തിന് കൊടുത്ത് പട്ട കറാമ്പ തരാം. എന്തിനാ? ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെന്ത് പട്ട, ഗ്രാമ്പു എല്ലാം തട്ടിക്കൂട്ടിയിട്ട് ഇടുന്ന തന്നെ. നോക്കി കഴിയുന്നില്ലേക്ക, വയ്യാണ്ടിരിക്കുകയാണെന്നുള്ള തന്നിട്ട് എപ്പൊ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ട് തിന്നലേ. ഇന്ന് ബാപ്പാന്റെ മന്തിയും കൂടെ കഴിച്ചു നോക്കാം. മരത്തിന്റെ കഷ്ടം. ഇത് തിളക്കുന്നുണ്ട്. അടച്ചു വെക്കണ്ടേ? നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളായിട്ട് കാണാൻ. നല്ല മരമെല്ലാം ഒടിഞ്ഞു വീണിട്ട് കണ്ട. പൊടിച്ച മസാല കൂട്ടല്ലേ എല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ വെച്ച് സെറ്റ്. പൊടികളെല്ലാം മിക്സ് ചെയ്ത് പച്ചമുളക്. ഇതാണ് ഗൾഫിലെ ബാച്ചിലേഴ്സിൻ്റെ മന്തി അല്ലേ? പുറത്ത് നല്ല മഴയൊക്കെ. മഴ പെയ്യുമ്പോൾ ആകെ ഒരു പേടി ഇതാണ് കേട്ടോ. വീടിനേക്കാളും വലിയൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പില്ലറൊക്കെ ഇട്ടിട്ടുണ്ട്. വരില്ല എന്നൊരു പ്രതീക്ഷ. എന്ത് കേട്ടെ? ഇപ്പം എന്തിട്ടെ? ഞാൻ പോയ ഗ്യാപ്പിൽ എന്തല്ലോ പറക്കിയിരുന്നു. കുരുമുളക് പൊടിയാ. അല്ലേക്ക, ഞമ്മപ്പല്ലേ മന്തി ആക്കുമ്പോ ചിക്കൻ ആദ്യം വെക്കുന്നില്ലേ? മസാല പിടിപ്പിച്ച് വെക്കുന്നല്ല. ചെറുനാരങ്ങ പിഴിഞ്ഞു. ഇന്ന് വലിയ ഇതൊന്നുമില്ല, പണിയില്ലല്ലേ ഈ മന്തി ഉണ്ടാക്കാന്. അതന്നെ, ഉള്ളിയും തക്കാളി ഒന്നുമില്ലല്ലോ, ക്യാപ്സിക്കം മാത്രം മതിയല്ലോ.
ചെറിയൊരു മസാല, കാരണം വെറും മന്തിൻ്റെ ചോറൊന്നും ഒരു രസമില്ല. കുറച്ചൊരു മസാല ചേരുവല്ലോ. കുരുമുളക് ഇട്ടുണ്ട്, വേറെ പച്ചമുട്ടുണ്ട്, നല്ല ഉണ്ടാവും. ചിക്കനിൽ ഈ മസാലയിൽ ചെറിയ തീയിൽ ശരിക്കൊന്ന് നമ്മളതിൽ മസാല ഒന്നും ആക്കി വെക്കണ്ട. നല്ല പാണ്ടിട്ട് നിങ്ങളെ മസാല കാണാൻ തന്നെ നല്ലൊരു ഫുൾ കളർഫുള്ളായിട്ട് ഗ്രീൻ ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് പാണ്ടായി. അപ്പം നെക്സ്റ്റിന് റൈസ് വേവിച്ചെടുക്കണം അല്ലേ? അപ്പം മന്തിക്ക് ആവശ്യമുള്ള റൈസ് വേകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന റൈസാണ് കേട്ടോ ഇന്ന് മന്തി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ബ്ലാക്ക് ലെമണ്, പിന്നെന്താ പട്ട അതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിൽ നിന്ന് ഞാൻ ആ ചിക്കനും കുറച്ച് ഗ്രേവിയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇക്കാൻ്റെ മന്തി റെഡി ആയല്ലേ? ഒരിടത്ത് തന്നെ പറഞ്ഞാൽ കൂടി അതല്ല നിങ്ങളെ ഷോയിൽ വെച്ചിട്ട് പിന്നെന്താ പരിപാടി? ചെറുതായിട്ടൊന്ന് അതിൽ വെക്കണം അല്ലേ? അപ്പോൾ അടികട്ടിയുള്ള ഒരു മൂടി അടിയിൽ വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളെ മന്തി റെഡി. എന്തൊട്ടിട്ടല്ലേ മറ്റേ എന്ത് പുകയിലിടല്ലേ? അങ്ങനല്ല, മന്തിയുടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നല്ല തട്ടിക്കൂട്ട് മന്തി ഞങ്ങളും തന്നെ. ഇത് ഞങ്ങളെ പ്രവാസി മന്തിയാണ്. പ്രവാസി മന്തിയാണ്. നല്ല സ്മെല്ലുണ്ട്. നല്ല തലവേദന. നെയ്യ് നെയ്യെന്തിനൊക്കെ നെയ്യെന്തിന് ഓയില് മിക്സിങ്. ബിരിയാണി അതിരായാലും ഫുള്ള് മസാല എത്ര മസാല ഉണ്ടാവും? മസാല വേണമെന്നല്ലേ പറഞ്ഞു. പിന്നെ കഴിക്കാം. അപ്പം നമ്മളെ ഗൾഫിൽ ബാച്ചിലേഴ്സിൻ്റെ തട്ടിക്കൂട്ട് മന്തി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ.
അടിപൊളി. നല്ല ചട്നിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒന്നും പറയാനില്ല. ഇക്ക സൂപ്പർ കേട്ടാ. ഇത്രയും പ്രതീക്ഷയില്ല. ഇത്ര സിമ്പിളായിരുന്നോ? നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ വേണം. ചിക്കൻ കുറച്ച് നേരം ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. എന്തൊക്കെ പണിയാ. കഴിച്ചോട്ടെ എല്ലാവരും. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇത്ര എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.